ഹേ ഗായ്സ്, നിങ്ങൾ തംബ്ലൈൻ കണ്ടതുപോലെ തന്നെ ഇന്ന് കൊച്ചുവിനോട്ട് ഒരു കിടുക്കാച്ച് പ്രാങ്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. കുറേ നാളായി കൊച്ചിന് പ്രാങ്ക് ചെയ്തിട്ട്. നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. കൊച്ചിനോട്ട് ഒരു പ്രാങ്ക് കൊടുക്കണമെന്ന് പോകണം. കൊച്ചിന് റൂമിൽ ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ താഴെ ഉണ്ട് ഗായ്സ്. അപ്പോൾ നിങ്ങൾ തംബ്ലൈൻ കണ്ടതുപോലെ തന്നെ 2x സ്പൈസി ഈ കൊറിയൻ നൂഡിൽസ് എന്താണെന്ന് തോന്നുന്നു. ഓരോരുത്തരൊക്കെ ഇത് കഴിച്ചിട്ട് എരിഞ്ഞും കൊണ്ട് ഓടുന്ന വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ടായിരുന്നു. ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം കൊച്ചുവിനും കൊടുക്കാം, ഒരെണ്ണം അമ്മയ്ക്കും കൊടുക്കാം. എന്തായാലും കൊച്ചുവിനോട് പ്രാങ്ക് ചെയ്യില്ലേ, അപ്പോൾ അമ്മ വെറുതെ ഇരിക്കട്ടെ, നമുക്ക് അമ്മയ്ക്കും കൊടുക്കാം ഗൈസ് പണി. ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് പ്രാങ്ക് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ചിലൂടെയാണ് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇവർക്ക് 2 പേർക്കും ഈ സ്പൈസി നൂഡിൽസ് ഞാൻ കൊടുക്കും, എന്നിട്ട് ഞാൻ എപ്പി തിന്നും ഗൈസ്. അതാണ് പ്ലാൻ. ഞാൻ എപ്പി താഴെ വാങ്ങി വെച്ചിട്ടുണ്ട്. കൊച്ചു എന്തായാലും ഇപ്പോഴേ റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല, കാരണം വീഡിയോ എഡിറ്റിങ്ങിന് കയറി കഴിഞ്ഞാൽ പിന്നെ റൂമിൽ തന്നെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ആ നേരത്തിന് നമുക്ക് ഉണ്ടാക്കണം. ഒരു സേഫ്റ്റി എന്നുള്ള നിലയിൽ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ഐസ്ക്രീമും ഫ്രൂട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ സ്പൈസി നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലാണ്. കൊച്ചോടെ മേളിൽ എഡിറ്റിംഗ് തകൃതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കൊടുക്കണ്ടേ ഗായ്സ്, ഒരു 8ൻ്റെ പണി തന്നെ ഒന്ന് കൊടുക്കണം. ഇന്ന് ഇനി സത്യം പറഞ്ഞാൽ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനിവിടെ 2 പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കാനും ഇവിടെ അവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കാം ഗൈസ്. നമുക്ക് അവർ കൂട്ടണ്ടേ ഗൈസ്. അമ്മ മിക്കവാറും ചൂലെടുത്ത് തന്നെ അടിക്കും. ഈ സാധനത്തിന് എത്ര വെള്ളം വേണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നത് 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. പക്ഷേ എൻ്റെത് എപ്പിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിയും അതാണ് നമ്മുടെ സ്പൈസി നൂഡിൽസും ഏതാണ്ട് ഒരേ ഒരു കളറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇല്ലെങ്കിൽ ഫുൾ പദ്ധതി പൊളിയും ഗൈസ്. ഇത് നല്ല എപ്പിയെക്കാട്ടിയൊക്കെ വലിയ ഒരു നൂഡിൽസ് ആട്ടോ. ഇതെന്തായാലും മനസ്സിലാവും. എപ്പി അല്ല എന്നുള്ളവരെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ഇടാം ഗൈസ്. ഇതാണ് സാധനം. കലക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ പാക്ക് ഇടാൻ വേണ്ടി പോകട്ടോ. ഞാനിവിടെ അടുക്കളയിൽ കർട്ടനൊക്കെ ഇട്ടിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഒരു ഫുഡ് ചലഞ്ചിനുള്ള ഷോർട്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ കർട്ടനൊക്കെ ഇട്ടേ കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് കളർ കൂടുതലാണെങ്കിൽ നമ്മുടെ ഒരു എപ്പി ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ മസാല, അതായത് 2 എപ്പിയുടെ മസാല എടുത്ത് ഒരെണ്ണത്തിലിട്ട് കളർ കൂട്ടിയെടുക്കാനുള്ള പരിപാടി കേട്ടോ. ഇത് കഴിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ റിയാക്ഷനാണ് എൻ്റെ മനസ്സിൽ മൊത്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പിന്നൊരു കാര്യം, അമ്മ കുറച്ചൊക്കെ എരി കഴിക്കുന്ന ആളാട്ടോ. പക്ഷെ കൊച്ചു അങ്ങനല്ല, അവനായിരിക്കും 8ൻ്റെ പണി. നമ്മുടെ നൂഡിൽസൊക്കെ ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ വള്ളിയാണ് കഴിച്ച്. നമ്മുടെ എപ്പിയുടെ ആണ് ചെറിയ വള്ളിയാണ്. ഞാനിപ്പോൾ ഇത് ഒരുപോലെ ആക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിച്ചാത്തി എടുത്ത് അരിഞ്ഞാലേ. നമ്മൾ ഒരു എപ്പിക്കകത്ത് തന്നെ 2 മസാല ഇടും കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. ഇതും എരിയോ? ഏയ്, നമ്മുടെ ഐറ്റം ഇത് കയ്യിലെങ്ങാനും വെച്ചിട്ട് കണ്ണിലാണ് വെച്ച് തൂത്താ. ഇവൻ്റെ കയ്യിലൊക്കെ ആ ഒരു ഇതിൻ്റെ സ്മെല്ലായ കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ 3 പ്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൈസി നൂഡിൽസും നമ്മുടെ എപ്പി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇവിടെ ഞാൻ കുളം തോണ്ടും. ഇത് നമ്മുടെ സ്പൈസി നൂഡിൽസ് കേട്ടോ. 2 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. ഗൈസ്, എൻ്റെ എപ്പി ഗൈസ്. ഇതറിയാം. ഇത് പണി പാളും. ഒരു ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ ഒരു സാധനം. അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു സാധനം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരും ഗായ്സ്. അപ്പോൾ നമ്മുടെ സ്പൈസി നൂഡിൽസും അതുപോലെ നമ്മുടെ എപ്പി നൂഡിൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കഴിക്കാൻ വേണ്ടിയുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസി നൂഡിൽസ് സംഭവം. അപ്പോൾ ഓക്കെ, നമുക്ക് അവർക്ക് വിളിച്ചിട്ട് വരാം. ഓക്കെ ബൈ. ഈ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച ആ സോസ് ഒഴിച്ചിട്ട് എൻ്റെ മുഖത്ത് എവിടെയൊക്കെയോ ഞാൻ വെച്ച് തേച്ച കേട്ടോ. ഇതൊക്കെ നീർന്നുണ്ട് ഗൈസ് ഇപ്പോഴേ. ഈ ലാസ്റ്റ് ഇത് എനിക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് പണി വരുമെന്നും എനിക്കറിയത്തില്ല ഗൈസ്. കൊച്ചു ബാ ഫുഡ് ചലഞ്ച് ബാ ഇരി. എടാ, മേല് മൈക്ക് ഇരിപ്പുണ്ട് എൻ്റെ റൂമിൽ. അതും കൂടി എടുത്തിട്ടോ, മൈക്ക് എടുത്തിട്ട് പോയി. അമ്മ ഡ്രസ്സ് മാറി മാമ, ഒരു വീഡിയോ എടുക്കാം, ഒരു ചലഞ്ച് എടുക്കാം. മാറിയേ? ഓ, അത് മതി. മാക്സ് അത് പോയി. ഇൻട്രോ പറയാം.
1 2 3 സ്റ്റാർട്ട്. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ചലഞ്ചാണ് നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച്. അപ്പം ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനുണ്ട് കേട്ടോ. ഞാനുണ്ട്, അമ്മയുണ്ട്. നമ്മൾ 3 പേരാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്റെ പ്ലേറ്റ് എടുത്തിട്ട് അപ്പം ഇതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ അപ്പം ഇരുന്നു. ഇത് മറ്റേ ഇത് വേറെ ഏതോ നൂഡിൽസ് ആണല്ലോ. നൂഡിൽസ് എല്ലാം ഒന്ന് തന്നെ, അതിന്റെ മസാല വേറെ ഉള്ളൂ. സ്പൈസി ആണോ? സ്പൈസി, അത്ര സ്പൈസി അല്ല, നോർമൽ, കുഴപ്പമില്ല. സ്പൈസിയാണ്. ചലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ്? അതെ, ഇവൻ പറഞ്ഞില്ല, ഇവ സർപ്രൈസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടുവന്നതാ. നമ്മുടെ ഞാനാണ് ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. അല്ല, ടേസ്റ്റ് ഒന്നും കാണത്തില്ല, എന്നാലും ചലഞ്ച് എന്നുള്ള മുഖേന കഴിച്ചു. ഓക്കെ, നമുക്ക് ചലഞ്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. പവറാണ് ഇവിടെ, എല്ലാരും പവറാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ആരംഭിക്കാം. അപ്പോൾ 2 പേര് ഇരുന്നോളൂ. ഫുള്ള് ഇങ്ങനെ കഴിക്കണേ. ഓക്കെ, ഇപ്പോൾ ടൈമറോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങ് കഴിച്ചാൽ മതി. ഓക്കെ, കഴിച്ചാൽ മതി. റെഡി? കഴിച്ചാൽ മതി അങ്ങ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. കഴിച്ചോ. ഭയങ്കര എരി കേട്ടോ, ഭയങ്കര എരി. കഴി ടൈമറില്ല. ജയിക്കുന്നൊരു സമ്മാനം ഉണ്ടോ? അത് ഓർത്തങ്ങ് തിന്ന നടക്കുമെന്ന് തോന്നുന്നില്ല. ഇത് നല്ല എരി കേട്ടോ, നല്ല എരി, നല്ല എരി. ഇതിന് എരി ഇല്ലയോന്ന് എനിക്ക് സംശയം. നിന്റെ ദാതല്ലേ ആ നൂഡിൽസ് അല്ലേ? അതിന് എരിയില്ല. നമ്മളെ എന്താ ഒരു ഫീലിങ്സ്? എന്തുവാ ഇവിടെ കരിയുന്നില്ലേ? മുളകോടി അല്ലേ? ഞാൻ വിയർക്കുന്നത്. എനിക്ക് ജയിക്കണ്ട, എനിക്ക് സമ്മാനം വേണ്ട. മറ്റേ കൊറിയൻ നൂഡിൽസാ, സ്പൈസി. അത് തന്നെ. നിന്റെ നൂഡിൽസ് ഇച്ചിരി തന്നാണ് ടേസ്റ്റ്. ഇന്ത്യൻ നൂഡിൽസ് തന്നെ. നിന്റെ നൂഡിൽസ് ആടാ. എടാ ഇത് ഇപ്പി കുപ്പി വാടാ അല്ല കുപ്പി. എരി ഉണ്ടോ നോക്ക്, തിന്ന്. ഹ്യൂജ് എരി കേട്ടോ. ഇതെന്തോടാ പറയണേ? വയറ് കത്തുന്ന കേട്ടോ. ഒരു ചുണ്ട് കോരി നോക്ക്, പട്ടി അടിച്ചണക്കിരിക്കുന്നു ചുണ്ട്. ഇത്രയും വലിയ ചതി ചെയ്യണ്ട. ഇതിപ്പോ പ്രാങ്ക് കൊണ്ടുവന്ന ഞാൻ ആരായി? പുള്ളി സ്വന്തമായിട്ട് ഇപ്പിയൊക്കെ എടുത്തോണ്ട് ഇവ തിന്നുന്ന കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. അവന്റെ ഒരു ആക്ടിങ്. ഇതാണോ പറഞ്ഞ അമ്മ ഓടി വാ, അമ്മക്ക് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാന്ന്. അവന്റെ ഒരു എനർജി, ഒരു സന്തോഷം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതൊരു ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു സാധനം. ഗൈസ്, ഇത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, സീരിയസ്ലി ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഭയങ്കര എരി എന്ന് വെച്ചാ എനിക്ക് വയറ് വരെ എരിയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവൻ ടൊമാറ്റോ സോസ് ഒഴിച്ചെന്ന്. ഈ സ്പൂൺ വെച്ച് തേച്ചതേ ഇവിടെ എല്ലായിടത്തും പറ്റി. ശരിക്കും പണി കിട്ടിയത് അവനാ. യവനെ അവൻ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളടുത്ത്, എനിക്ക് മിക്കവാറും പണി കിട്ടും. ഈ സാധനം കഴിച്ചുകൂടാ. വയറ് ഭയങ്കരമായിട്ട് കത്തുന്നു. ഞാൻ അവിടെ മര്യാദക്ക് സമാധാനമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്തോണ്ടിരുന്നതാ. ചുണ്ടൊക്കെ ചുമന്നായി.
ഞാൻ വിചാരിച്ചു ചലഞ്ച് സമ്മാനമൊക്കെ ഉണ്ട് അങ്ങ് തിന്ന. അമ്മയ്ക്ക് നിനക്ക് മനസ്സിലായെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് അവിടെ കൊണ്ടുവച്ചപ്പോഴേ മനസ്സിലായി. കാരണം അതിന്റെ സ്മെല്ല് കേട്ടപ്പോഴേ മനസ്സിലായി നോർമൽ സാധനം എന്തിനായാലും അല്ല, ഇത് സ്പൈസിയാ. എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് സാധനം? ചെന്നപ്പോ വൈറ്റ് ചെന്നപ്പോ കത്തലടാ, കത്തലെന്ന് വെച്ചാൽ ഒരുമാതിരി കത്തി അങ്ങ് കേറുവാ വൈറ്റിലോട്ട്. എനിക്ക് ശരിക്കും ആ ജോളോ ചിപ്പ് കഴിച്ചപ്പോണ്ടല്ലേ ആ സെയിം അത് തന്നെ. എരി ഓക്കെ, ഒരു ടേസ്റ്റും ഇല്ല. അളിഞ്ഞ ടേസ്റ്റും ഒരു വല്ലാത്തൊരു സ്മെല്ല്. ഇതിന് അളിഞ്ഞ സാധനം കൂടെ ഗൈസ്, ഇത് നമുക്ക് പട്ടിക്ക് പോലും കൊടുക്കാൻ കൊള്ളത്തില്ല ഈ സാധനം. നമ്മളെ വീട്ടിലെ കുട്ടുവിന് പോലും കൊടുക്കും. കുട്ടൂന് കൊടുത്തു കഴിഞ്ഞാൽ അവ എരിയെടുത്ത് ഓടിയാലോ. പട്ടിക്കും കൊടുക്കാൻ പറ്റില്ല. പട്ടി എടുത്ത പട്ടി നമ്മളെ ചീത്ത വിളിക്കും. അയ്യോ ഗായ്സ്, എനിക്ക് എങ്ങും തൊടാൻ വയ്യ. ഒന്നത്തെ കാര്യം, ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോഴും എൻ്റെ കയ്യിലേക്ക് ഇത് പറ്റി. ഞാൻ ഇവിടെയൊക്കെ പക്ഷെ തൂത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ മുഖം മൊത്തത്തി അങ്ങ് എരിയുന്നു കേട്ടോ. അയ്യോ എന്റെ മൂക്കിൽ എന്റെ കയ്യിലൊക്കെ ഞാൻ മൂക്കി വെച്ച് തുടച്ചു. ഹോപ്പ് ഗായ്സ് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.